ഇന്ന് മാർച്ച് 22. ഏറെ നാളത്തെ പ്ലാനിങ്ങിൻ്റെയും പ്രിപ്പറേഷൻസിൻ്റെയും ഫലമായി XNLC എംപ്ലോയീസ് അസോസിയേഷൻ ഓർഗനൈസ് ചെയ്ത കാശ്മീർ ട്രിപ്പ്, അതിലുള്ള അംഗങ്ങൾ മെമ്പേഴ്സ് എല്ലാവരും ഇന്നിവിടെ ഫോർച്യൂൺ ഹോട്ടലിൽ ഒത്തുചേർന്നിരിക്കുകയാണ്. എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. കാരണം അടുത്ത 9 ദിവസങ്ങളിലെ ട്രിപ്പ് എന്താണെന്ന് ഇവിടെ വെച്ച് ചെറിയൊരു പ്ലാനിങ്ങും അവലോകനവും വിശകലനവും ഒക്കെ ഉണ്ടാകും. നാളെ മാർച്ച് 23 രാവിലെ വന്ദേ ഭാരതിൽ ഞങ്ങളെല്ലാവരും ജമ്മുവിലേക്ക് പുറപ്പെടും. അതിനു മുമ്പ് കുറേ നാളായി കാണാതിരുന്ന സുഹൃത്തുക്കളെല്ലാവരും കുശലം പറയുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയം പുതുക്കുന്നു, ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ പരിചയപ്പെടുന്നു. അങ്ങനെ എല്ലാവരും വളരെ ആഹ്ലാദത്തിലാണ്. മാർച്ച് 23 രാവിലെ 6 മണി ഞങ്ങളെല്ലാവരും ഡൽഹി റെയിൽവേ സ്റ്റേഷനിലെത്തി വന്ദേ ഭാരതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. കറക്റ്റ് 6 മണി ആയപ്പോൾ തന്നെ വന്ദേ ഭാരത് വന്നു. ഞങ്ങളെല്ലാവരും വന്ദേ ഭാരതിൽ കയറി അങ്ങനെ പുറപ്പെട്ടു കാശ്മീരിലേക്കുള്ള യാത്ര. ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടാൽ വന്ദേ ഭാരത് ഡൽഹി ടു കത്ര വരെയാണ് വന്ദേ ഭാരത്. ആ വന്ദേ ഭാരതിൽ നമുക്ക് കത്രയ്ക്ക് തൊട്ട് മുമ്പുള്ള ജമ്മു താവി സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത്. അവിടെ ഒരു 2 മിനിറ്റ് നേരമേ സ്റ്റോപ്പുള്ളൂ എന്ന് പറഞ്ഞതോടെ എല്ലാവരും ഒരല്പം പരിഭ്രാന്തിയിലായി. കാരണം പെട്ടെന്ന് 69 പേര്, 69 അല്ല, പിന്നെ ഞങ്ങളുടെ ടൂർ ഓപ്പറേറ്റേഴ്സ് കുറച്ച് പേര് കൂടെ ഉണ്ട്. എല്ലാവരും ചേർന്ന് ഇറങ്ങാനുള്ള സമയം കിട്ടുമോ എന്ന് ഒരു ചെറിയ വെപ്രാളം എല്ലാവർക്കും ഉണ്ടായി. പക്ഷേ പെട്ടെന്ന് തന്നെ അതിന് പല ഉപായങ്ങളും കണ്ടുപിടിച്ചു. അപ്പുറത്തിപ്പുറത്തുള്ള വഴിയെ പെട്ടെന്ന് എല്ലാവരും ഇറങ്ങണം, കുറച്ച് പേര് വേഗം ബാഗുകളുടെ അടുത്ത് പുറത്ത് വയ്ക്കണം. അങ്ങനെയൊക്കെയുള്ള പല പദ്ധതികളും എല്ലാം ഉണ്ടാക്കി അങ്ങനെ വീണ്ടും ഞങ്ങൾ സന്തോഷവാന്മാരായി യാത്ര തിരിച്ചു. വന്ദേ ഭാരതിലെ ഭക്ഷണം അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് സ്വീറ്റ്സ്, നല്ല ജ്യൂസ്, ബാക്കി ഭക്ഷണങ്ങളെല്ലാം കഴിച്ചു കഴിഞ്ഞുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഉള്ളത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. വന്ദേ ഭാരതിൽ ഭക്ഷണം കഴിച്ച് രാവിലത്തെ ടിഫിനൊക്കെ കഴിച്ചു. ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട തൊട്ടടുത്ത ഹരിയാനയാണ് തൊട്ടടുത്ത സ്റ്റേറ്റായിട്ടുള്ള ഹരിയാനയിലെ അംബാല കൻ്റോൺമെൻറ്റാണ് നെക്സ്റ്റ് സ്റ്റേഷൻ. അത് കഴിഞ്ഞാൽ പഞ്ചാബിലേക്ക് പ്രവേശിക്കുകയായി. പഞ്ചാബിലെ ലുധിയാനയാണ് അടുത്ത സ്റ്റേഷൻ. വന്ദേ ഭാരതിന് സ്റ്റോപ്പ് വളരെ കുറവാണെന്ന് അറിയാമല്ലോ. ലുധിയാന കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ പത്താൻകോട്ട് എത്തിച്ചേരും. പത്താൻകോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പത്താൻകോട്ട് സിറ്റി പഞ്ചാബിലാണെങ്കിലും അത് ഒരു പ്രധാന സെൻ്ററാണ്. ഹിമാചൽ പ്രദേശിൻ്റെയും ജമ്മു കാശ്മീരിൻ്റെയും പഞ്ചാബിൻ്റെയും ബോർഡറായിട്ട് വരുന്ന സിറ്റിയാണ് പത്താൻകോട്ട്. അത് മാത്രമല്ല അതൊരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടെയാണ്. അടുത്തതായിട്ട് നമ്മൾ പത്താൻകോട്ട് കഴിഞ്ഞാൽ പിന്നെ ജമ്മു സ്റ്റേഷൻ. തണലത്തരമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും മാറ്റുള്ളൊരു പിന്നും മറയത്തൊളി കണ്ടും കളിയും ഞാനാടും
മതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും. കവിൾ ചേരുന്നൊരു പൊൻവെയിലായി മാറാ നെഞ്ചം കണി കണ്ടേ നിറയേ. മഞ്ഞിൻ കവിൾ ചേരുന്നൊരു പൊൻവെയിലായി മാറാ നെഞ്ചം കണി കണ്ടേ നിറയേ. കാണുന്നതിലെല്ലാം മഴവില്ലുള്ളതുപോലെ പുലരൊളിയുടെ കസവഴിയണ മലരുകളുടെ രസനടനം. മനസ്സുകളുടെ പ്രണയക്കുളിരും. പാകുന്നൊരു പെൺമയിലായി മാറാനുള്ളിൽ കൊതിയില്ലേ സഖിയേ. മാർച്ച് 23 നമ്മൾ ഡൽഹിയിൽ നിന്ന് രാവിലെ വന്ദേ ഭാരതിൽ കയറി ജമ്മുവിലിറങ്ങി. ഇവിടെ നിന്ന് ബസ്സിൽ പിടിച്ച് 2 ബസ്സിലായിട്ടാണ് ഈ 69 പേരും ശ്രീനഗറിലേക്ക് തിരിക്കുന്നത്. ശ്രീനഗറിലേക്ക് പോകുമ്പോൾ നമ്മൾ വഴിയിൽ കാണുന്ന കാഴ്ചകളാണ് ഇവിടെ കാണുന്നത്. ഈ താഴെ കാണുന്ന നദി താവി എന്ന നദിയാണ്. താവി നദിയുടെ താഴ്വാരത്തിലുള്ള സ്ഥലത്തെയാണ് ജമ്മു താവി എന്ന് പറയുന്നത്. നമ്മൾ ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോകുമ്പോൾ കുറേയധികം തുരങ്കങ്ങളുണ്ട്, ടണലുകളുണ്ട്. അപ്പോൾ ഇതിൽ കുറേ ടണലുകൾ കൂടിയാണ് കടന്നാണ് നമ്മൾ ശ്രീനഗറിലേക്ക് എത്തുന്നത്. ഇതിൽ ഏറ്റവും ദൈർഘ്യമേറിയ ടണൽ എന്ന് പറയുന്നത് ചെനാലി എന്ന ടണലാണിത്. ചെനാലി എന്ന ഗ്രാമവും നസറി എന്ന ഗ്രാമവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന 9.2 കിലോമീറ്റർ നീളമുള്ള ടണലാണിത്. ഈ ടണൽ നിർമ്മിച്ച് നൽകിയത് ഇന്ത്യൻ ആർമിയാണ്. ഈ ടണൽ നിർമ്മിക്കുന്നതിന് മുമ്പ് ചെനാലി എന്ന ഗ്രാമത്തിൽ നിന്ന് നസ്രി എന്ന ഗ്രാമത്തിലെത്തുവാൻ ഏകദേശം 40 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കണമായിരുന്നു. ഇപ്പോൾ 9.2 കിലോമീറ്റർ സഞ്ചരിച്ച് ഈ ദൂരം നമുക്ക് കവർ ചെയ്യാവുന്നതാണ്. ഇന്ത്യൻ ആർമി 1.5 വർഷം കൊണ്ടാണ് ഈ ടണൽ നിർമ്മിച്ചത്. നമ്മൾ ശ്രീനഗറിലെത്തി. നമ്മൾ കാണുന്ന ഈ ഹോട്ടലിലാണ് എല്ലാവരും താമസിക്കുന്നത്. അടുത്ത 5 ദിവസം നമ്മൾ ഇവിടെയാണ് താമസിക്കുന്നത്. കാശ്മീർ ഹോളിഡേ റിസോർട്ട്. മാർച്ച് 24 ശ്രീനഗറിലെ നമ്മുടെ ആദ്യത്തെ ദിവസം. ഇന്ന് നമ്മൾ പോകുന്നത് സോനാമാർഗിലേക്കാണ്. ശ്രീനഗറിൽ നിന്ന് 87 കിലോമീറ്റർ വടക്ക് കിഴക്കായി സിന്ധ് നദിയോരത്ത് ഒരു താഴ്വാരത്തിലാണ് സോനാമാർഗ് സ്ഥിതി ചെയ്യുന്നത്. പ്രൗഢഗംഭീരമായ ഹിമാലയൻ കൊടുമുടികൾക്കിടയിൽ പതിഞ്ഞു കിടക്കുന്ന ഒരു ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രമാണ് സോനാമാർഗ്. സോനാമാർഗ് സമുദ്രനിരപ്പിൽ നിന്ന് 2800 മീറ്റർ ഉയരത്തിലാണ്. വസന്തകാലത്ത് സോനാമാർഗിലെ പുൽമേടുകൾ പൊൻനിറത്തിൽ തിളങ്ങുന്നു. വർണ്ണാഭമായ പുൽമേടുകൾ സൂര്യപ്രകാശത്തിൻ്റെ തിളക്കത്തിൽ സ്വർണ്ണ കളറിൽ കാണപ്പെടുന്നത് കൊണ്ടാണ് ഈ സ്ഥലത്തിന് സോനാമാർഗ്
എന്ന പേര് ലഭിച്ചതത്രേ. സോനാമാർഗ് പുരാതന സിൽക്ക് റൂട്ടിൻ്റെ ഭാഗമായിരുന്നു. അതുപോലെ തന്നെ ഇത് അമർനാഥ് യാത്രയുടെ ഒരു പ്രധാന കേന്ദ്രം കൂടിയാണ്. कितनी खूबसूरत ये तस्वीर है, मौसम बेमिसाल बेनज़ीर है, ये कश्मीर है, ये कश्मीर है। कितनी खूबसूरत ये तस्वीर है, अरे मौसम बेमिसाल बेनज़ीर है, ये कश्मीर है, ये कश्मीर है। पर्वतों के दरमियां है, जन्नतों के दरमियां है, आज के दिन हम यहाँ हैं। पर्वतों के दरमियां है, जन्नतों के दरमियां है, आज के दिन हम यहाँ हैं। से आसमां से फूलों के इस गुलसिता से जाना मुश्किल है यहाँ से। ये हवा है या जंजीर है, कितनी खूबसूरत ये तस्वीर है, ये कश्मीर है, ये कश्मीर है। सखी देख तो नजारा, एक अकेला बेसहारा, कौन है वो हम हमारा। ऐ सखी देख तो नजारा, एक अकेला बेसहारा, कौन है वो हम हमारा। मुझसा कोई आशिक ये दिलगीर है, अरे कितनी खूबसूरत ये तस्वीर है, मौसम बेमिसाल बेनज़ीर है, ये कश्मीर है, ये कश्मीर है। कितनी
खूबसूरत ये तस्वीर है। अरे मौसम बेमिसाल बेनजीर है ये कश्मीर। ഇന്ന് മാർച്ച് 25 ഞങ്ങളുടെ കാശ്മീർ യാത്രയുടെ 2ാം ദിനം. ഇന്ന് ഞങ്ങൾ യാത്ര ചെയ്യാൻ പോകുന്നത് ഗുൽമാർഗിലേക്കാണ്. ഗുൽമാർഗ് ഭൂമി സ്വർഗവുമായി ചേരുന്ന സ്ഥലം. ജമ്മു കാശ്മീരിലെ പിർ പഞ്ചാൽ മലനിരകളിലേക്കുള്ള കുളിരുള്ള വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഗുൽമാർഗ് എന്നത് ഒരു വെറും യാത്രയല്ല, ഒരു അനുഭവമാണ് എന്ന് നമുക്ക് മനസ്സിലാകും. പൂക്കളുടെ മൈതാനം എന്ന് പേര് സ്വീകരിച്ച ഈ സ്ഥലം ഞങ്ങളെ വളരെ നേരെ നോക്കി നിൽക്കാനും കാഴ്ചകൾ ആസ്വദിക്കാനും മാടി വിളിക്കുന്നതായി തോന്നും. ഗുൽമാർഗിലെത്തിയപ്പോൾ മഞ്ഞുമൂടിയ തുറന്ന മൈതാനങ്ങളും അകലെ അഫർവാദ് പർവ്വതത്തിൻ്റെ പ്രതിരൂപവും ഞങ്ങളെ വരവേറ്റു. ഗുൽമാർഗിലെത്തിയപ്പോൾ അവിടുത്തെ പ്രദേശവാസികളായ കച്ചവടക്കാർ ഖാവ എന്ന പാനീയവുമായി ഞങ്ങളെ സമീപിച്ചു. തണുപ്പിനുള്ള അടിയന്തര മരുന്നാണത്രേ ഇത്. ഗുൽമാർഗ് ഗൊണ്ടോള ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള കേബിൾ കാർ യാത്രകളിൽ ഒന്നാണ് ഗൊണ്ടോള യാത്ര, ഗുൽമാർഗ് ഗൊണ്ടോള യാത്ര. ഈ അനുഭവം നമ്മുടെ മനസ്സിൽ അക്ഷരാർത്ഥത്തിൽ ഒരു ആകാശയാത്രയുടെ പ്രതീതി ഉണർത്തും. പൈൻ മരങ്ങൾക്കിടയിലൂടെയും മഞ്ഞുമൂടിയ മലവഴികളിലൂടെയും മേലേക്ക് കയറുമ്പോൾ ഒരു മറക്കാനാവാത്ത അനുഭൂതി നമുക്ക് അനുഭവപ്പെടും. ഗുൽമാർഗ് മലമുകളിൽ സാഹസികമായ സ്പോർട്സ് ആക്ടിവിറ്റീസും ഉണ്ട്. സ്കീയിങ്, സ്നോ ബോർഡിംഗ് മുതലായ അഡ്വഞ്ചർ സ്പോർട്സ് ആക്ടിവിറ്റികളും അവിടെ യാത്രക്കാർ ചെയ്യുന്നുണ്ടായിരുന്നു. ശ്രീനഗറിൽ നിന്ന് 50 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന മെഡോസ് ഓഫ് ഫ്ലവേഴ്സ് എന്നറിയപ്പെടുന്ന ഗുൽമാർഗ് 2650 മീറ്റർ സീ ലെവലിൽ നിന്നും ഉയരത്തിലാണ്. ഗുൽമാർഗിൻ്റെ ഏറ്റവും വിശേഷപ്പെട്ട പ്രത്യേകത ഇത് വിൻ്റർ സമയത്ത് മഞ്ഞ് നിറഞ്ഞ മഞ്ഞ് മൂടിയ ഒരു പ്രദേശവും സമ്മർ സമയങ്ങളിൽ പൂക്കൾ നിറഞ്ഞ ഒരു മൈതാനവുമാണ്. ഗുൽമാർഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഗൊണ്ടോള, അതായത് കേബിൾ കാർ റൈഡാണ്. ഫേസ് 1, ഫേസ് 2 ആയിട്ട് ഫേസ് 1ൽ 2200 അടിയും ഫേസ് 2 പോകുമ്പോൾ അവിടെ നിന്ന് പിന്നെ ഒരു 4500 അടി ഉയരത്തിലേക്ക് പോകാൻ പറ്റുന്ന കേബിൾ കാർ റൈഡാണ് ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് അട്രാക്ഷൻ. രണ്ടാമത്തേത് അൽഫാർവാട്ട് പീക്ക്. ഇവിടെയാണ് സ്കീയിങ്ങിനും സ്നോ ബോർഡിങ്ങിനും മറ്റുമായി അഡ്വഞ്ചർ സ്പോർട്സ് ഇഷ്ടപ്പെടുന്ന ടൂറിസ്റ്റുകൾ പോകുന്ന സ്ഥലം.
பொழிகின்றது. இந்த கொள்ளை நிலா உடல் நனைகின்றது. இங்கு சொல்லாத இடம் கூட குளிர்கின்றது. மனம் சூடான இடம் தேடி அலைகின்றது. நதி நீயானாய் கரையானே, சிறு பறவை நீயானாய் உன்னாலம் நானே. புது வெள்ளை மழை இங்கு பொழிகின்றது. இந்த கொள்ளை நிலா உடல் நனைகின்றது. பெண் இல்லாத ஊரிலே அடி ஆண் பூ கேட்பதில்லை. பெண் இல்லாத ஊரிலே கொடிதான் பூ பூப்பதில்லை. உன் புடவை முந்தானை சாய்ந்ததில் இந்த பூமி பூ பூத்தது. இது கம்பன் பாடாத சிந்தனை, உங்கள் காதோடு யார் சொன்னது? புது வெள்ளை மழை இங்கு பொழிகின்றது. இந்த கொள்ளை நிலா உடல் நனைகின்றது. இங்கு சொல்லாத இடம் கூட குளிர்கின்றது. மனம் சூடான இடம் தேடி அலைகின்றது. புது வெள்ளை மழை இங்கு பொழிகின்றது. இந்த கொள்ளை நிலா உடல் நனைகின்றது. நீ அணைக்கின்ற வேளை உயிர்ப்பு திடுக்கென்று மலரும். நீ வெடுக்கென்று ஓடினால் உயிர் பூ சருகாக உலரும். இரு கைகள் தீண்டாத பெண்மையை உன் கண்கள் பந்தாடுதோ. மலர் மஞ்சம் சேராத பெண்ணிலா எந்த மார்போடு வந்தாடுதோ. புது வெள்ளை மழை இங்கு பொழிகின்றது. இந்த கொள்ளை நிலா உடல் நனைகின்றது. இங்கு சொல்லாத இடம் கூட குளிர்கின்றது. மனம் சூடான இடம் தேடி அலைகின்றது. நதி நீயானாய் கரையானே, சிறு பறவை நீயானாய் உன்னாலம் நானே. புது வெள்ளை மழை பொழிகின்றது. இந்த கொள்ளை நிலா. உடல் நனைகின்றது. புது வெள்ளை மழை பொழிகின்றது. இந்த கொள்ளை நிலா. நனைகின்றது. മാർച്ച് 26-ന് നമ്മൾ പഹൽഗാമിലേക്കാണ് യാത്ര തിരിക്കുന്നത്. പതിപോലെ 2 ബസ്സുകളിലായിട്ട് 69 പേർ റെഡിയായി രാവിലെ തന്നെ പഹൽഗാമിലേക്ക് പുറപ്പെട്ടു. 3 മണിക്കൂറാണ് യാത്രാ സമയം. വഴിയിൽ ഞങ്ങൾ കുറേ കടുക് പാടങ്ങൾ കണ്ടു. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു.
ഇതാണ് ടൂളിപ്പ്. ഞങ്ങൾക്ക് വഴിയിൽ നിന്ന് കിട്ടിയതാണ്. കാശ്മീരിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള തുളിപ്പ്. പഹൽഗാം ലിഡാർ നദിയുടെ തീരത്തുള്ള ഒരു പ്രദേശമാണ്. അനന്ത്നാഗ് ഡിസ്ട്രിക്റ്റിലാണ് പഹൽഗാം സ്ഥിതി ചെയ്യുന്നത്. ശ്രീനഗറിൽ നിന്ന് ഏകദേശം 96 കിലോമീറ്ററാണ് അവിടേക്കുള്ള ദൂരം. ഈ ഓൺ ദ വേ ഈ ലിഡാർ നദിയുടെ തീരത്ത് വെച്ചാണ് ഞങ്ങൾ ലഞ്ച് കഴിച്ചത്. അവിടെ നല്ല തണുപ്പുള്ള കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ആ ലിഡാർ നദിയുടെ തീരത്ത് ഉള്ള ബ്രിഡ്ജിൽ കയറി നിന്ന് പലരും റീൽസൊക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ പഹൽഗാമിലെത്തി. അവിടെ നിന്ന് 6 പേരുള്ള വണ്ടികളിൽ, ചെറിയ ചെറിയ ഗ്രൂപ്പുകളിലാണ്, ആ വണ്ടികളിലാണ് ഈ ബേതാബ് എന്ന സ്ഥലത്തോട്ടും ചന്ദൻ വാലിയിലേക്കും ഞങ്ങൾ യാത്ര തിരിച്ചത്. ഈ പഹൽഗാം തന്നെ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 7200 പഹൽഗാം അവിടുത്തെ വാലീസാണ് കാണുന്നത്. ലിഡാർ നദിയാണ് ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ലിഡാർ നദിയുടെ തീരത്തെ വാലീസ്. ഞങ്ങളിവിടെ ഭക്ഷണം കഴിച്ചിട്ട് ഇനി മേലോട്ട് പോവുകയാണ്. അത് വേറെ ചെറിയ വണ്ടിയിൽ, ഈ ബസ്സിലൊന്നും പോകാൻ പറ്റില്ല. ഇവിടുന്ന് ചെറിയ സുമോ പോലുള്ള വണ്ടിയിൽ കയറി കുറച്ച് മേലോട്ട് വാലിയൊക്കെ കാണാനായിട്ട് പോവാണ്. ഉച്ചയ്ക്ക് 12:30 മണിയാണ്. നല്ല വെയിലൊക്കെ അടിക്കുന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ടുള്ള തണുപ്പാണ്. വിരളൊക്കെ കോച്ചി പോകും, കൈയൊക്കെ കഴുകാൻ പറ്റുന്നില്ല, അത്രയും കോച്ചി പോകുന്ന തണുപ്പാണ്. മരം കോച്ചുന്ന തണുപ്പ്. ഇവിടെ കാണുന്നതാണ് ആ പാർക്കിംഗ് ഏരിയ. ഈ പാർക്കിംഗ് ഏരിയയിൽ ബസ്സൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞങ്ങളിവിടെ നിന്ന് സുമോ പോലുള്ള വണ്ടികൾ 6 പേരായ ഗ്രൂപ്പുകളിലാണ് ഈ ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര. ചന്ദൻ വാലിയിലും ബേതാബിലേക്കുമുള്ള യാത്രകൾ ഈ ചെറിയ വണ്ടികളിലാണ്. 6 പേരടങ്ങുന്ന സംഘങ്ങളായി. അവിടെ നിന്ന് പിന്നെയും വളരെ കുറേ ഉയരത്തിലാണ് ഈ ചന്ദൻ വാലി എന്ന് പറയുന്ന സ്ഥലം. ചന്ദൻ വാലിയിലേക്ക് പോകുന്ന റോഡുകളുമൊക്കെ വളരെ സ്റ്റീപ്പും നാരോ റോഡും ഒക്കെയാണ്. ആ യാത്ര തന്നെ ഒരു എക്സൈറ്റിംഗ് യാത്രയാണ്. മഞ്ഞു മൂടി കിടക്കുന്ന പ്രദേശങ്ങൾ, അതിഘോരമായ തണുപ്പ്, ഇതൊക്കെ കണ്ടുകൊണ്ടാണ്, ആ വാലിയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടാണ് ഇവിടെ യാത്ര ചെയ്തത്. അവിടെ നിന്ന് പിന്നെ അതിനുശേഷം മേത്താബ് എന്ന വാലി, അത് വളരെ താഴെ, അതിൻ്റെ തന്നെ ആ താഴെ ഇതിലാണ്. വളരെ മനോഹരമായ പ്രദേശമാണ്. ഏതോ ഒരു ഹിന്ദി ഫിലിം, മേത്താബ് എന്ന ഹിന്ദി ഫിലിം അവിടെ വെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടാണ് ഈ പ്രദേശത്തിന് ആ പേര് കിട്ടിയത്. അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് ബസ് സ്റ്റോപ്പിലെത്തി, പഹൽഗാം ബസ് സ്റ്റോപ്പിലെത്തി. അവിടെ നിന്ന് പിന്നെയും ഒരു 6 കിലോമീറ്റർ ദൂരെയാണ് ബൈസരൻ വാലി. അവിടെ നമ്മൾ വിസിറ്റ് ചെയ്തില്ല, അപ്പോഴവിടെ തുറന്നിട്ടുണ്ടായിരുന്നില്ല. ah, ah, ah.
പുഴയുടെ തീരത്ത് തിങ്കൾ കണ്ണാടി നോക്കും നേരത്ത് സ്വപ്നം കണ്ടിറങ്ങി വന്നോളെ ചെമ്മാനപ്പൂമുറ്റം നിറയെ മണിമഞ്ചാടി വാരിയെറിഞ്ഞോളെ കുങ്കുമമിട്ട കവിൾത്തടമോടെ മിന്നുകളിലകിയ പൊന്നരയോടെ കുങ്കുമമിട്ട കവിൾത്തടമോടെ മിന്നുകളിലകിയ പൊന്നരയോടെ മഞ്ഞളണിഞ്ഞൊരു പൂമയോടെ നിലാവിലൊരുങ്ങി മയങ്ങണ പെണ്ണെ കണ്ണാടി തിങ്കൾ കണ്ണാടി തിങ്കൾ കണ്ണാടി നോക്കും നേരത്ത് നാടോടി കഥയുടെ വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് തിങ്കൾ കണ്ണാടി നോക്കും നേരത്ത് തിരുവാതിരയിൽ ശ്രീ പാർവതിയായി പെണ്ണേ നീ രാത്രിയിലാരെ തേടുന്നു ശ്രീമംഗലയായി വനമല്ലികയായി പൂമാലക്കാവിൽ നീ ഇന്നെന്തിനു വന്നു വണ്ണാത്തിപ്പുഴയുടെ തീരത്ത്. ഇന്ന് മാർച്ച് 27 ശ്രീനഗറിലെ ഞങ്ങളുടെ അവസാനത്തെ ലാസ്റ്റ് ദിവസം. ഇന്ന് രാവിലെ ശങ്കരാചാര്യ ക്ഷേത്രവും അതിനുശേഷം തുലിപ് ഗാർഡനുമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ശങ്കരാചാര്യ ക്ഷേത്രം അല്ലെങ്കിൽ ജ്യേഷ്ഠേശ്വര ക്ഷേത്രം കാശ്മീർ താഴ്വരയിലെ സബർവാൻ പർവ്വതനിരയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ് ശങ്കരാചാര്യ ക്ഷേത്രം. ഇത് ശിവന് സമർപ്പിച്ചിരിക്കുന്നു. താഴ്വരയിൽ നിന്ന് 1000 അടി ഉയരത്തിലാണ് ക്ഷേത്രം. ഒളിച്ചിരിക്കാൻ വള്ളിക്കൊടിയിലൊന്നൊരുക്കി വെച്ചില്ലേ? കളിച്ചിരിക്കാൻ കഥ പറയാൻ കിളിമകൾ വന്നില്ലേ? ഒളിച്ചിരിക്കാൻ വള്ളിക്കൊടിയിലൊന്നൊരുക്കി വെച്ചില്ലേ? കളിച്ചിരിക്കാൻ കഥ പറയാൻ കിളിമകൾ വന്നില്ലേ? ഇനിയും കിളിമകൾ വന്നില്ലേ?
ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ദാൽ തടാകമാണ്. ജമ്മു കാശ്മീർ ഭരണകൂടത്തിൻ്റെ വേനൽക്കാല വസതി കൂടിയാണിവിടം. ഇത് കാശ്മീർ താഴ്വരയിലെ അനേകം തടാകങ്ങളുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഈ തടാകം വിക്ടോറിയൻ കാലഘട്ടത്തിലെ നിർമ്മാണ രീതിയിൽ ഉള്ള ഹൗസ് ബോട്ടുകൾക്ക് പ്രസിദ്ധമാണ്. ഇത് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ പണിത രീതിയിലുള്ള ബോട്ടുകളാണ്. തടാകം 18 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തെ പരന്നു കിടക്കുന്നു. മഞ്ഞുകാലത്ത് ഈ തടാകം മുഴുവൻ മരവിച്ചും മഞ്ഞു മൂടാറുണ്ട്. ദാൽ തടാകത്തിൽ വിനോദസഞ്ചാരികൾ പ്രത്യേകമായി അലങ്കരിച്ച ഷിക്കാര എന്ന ബോട്ടുകളിൽ സഞ്ചരിക്കാറുണ്ട്. പകൽ ഇത് മൊത്തം ചുറ്റിക്കാണുകയും രാത്രികാലങ്ങളിൽ ബോട്ട് ഹൗസിൽ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യവും ഇവിടെ സന്ദർശകർക്കുണ്ട്. നമ്മുടെ കുറേ പേർ രാത്രിയിൽ അവിടെ സ്റ്റേ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. சின்ன சின்ன ஆசை, சிறகடிக்கும் ஆசை, முத்து முத்து ஆசை, முடிந்து வைத்த ஆசை, வெண்ணிலவு தொட்டு முத்தமிட ஆசை, என்னை இந்த பூமி சுற்றி வர ஆசை. சின்ன சின்ன ஆசை, சிறகடிக்கும் ஆசை, முத்து முத்து ஆசை, முடிந்து வைத்த ஆசை, வெண்ணிலவு தொட்டு முத்தமிட ஆசை, என்னை இந்த பூமி சுற்றி வர ஆசை. சின்ன சின்ன ஆசை, சிறகடிக்கும் ஆசை. மல்லிகை பூவாய் மாறிவிட ஆசை, தென்றலை கண்டு மாலையிட ஆசை, மேகங்களை எல்லாம் தொட்டுவிட ஆசை, சோகங்களை எல்லாம் விட்டுவிட ஆசை, கார்குழலில் உலகை கட்டிவிட ஆசை. சின்ன சின்ன ஆசை, சிறகடிக்கும் ஆசை, முத்து முத்து ஆசை, முடிந்து வைத்த ஆசை, வெண்ணிலவு தொட்டு முத்தமிட ஆசை, என்னை இந்த பூமி சுற்றி வர ஆசை. சின்ன சின்ன ஆசை, சிறகடிக்கும் ஆசை, முத்து முத்து ஆசை, முடிந்து வைத்த ஆசை.
la 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 oh la 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 கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே பொன்மணி உன் வீட்டில் சௌக்கியமா நான் இங்கு சௌக்கியமே உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது அதை எழுத நினைக்கையில் வார்த்தை முட்டுது ஓஹோ கண்மணி அன்போடு காதலன் நான் எழுதும் பொன்மணி உன் வீட்டில் சௌக்கியமா நான் இங்கு உண்டான காயம் இங்கு தன்னாலே மாறி போன மாயம் என்ன பொன்மானே பொன்மானே என்ன காயமான போதும் என் மேனி தாங்கிக் கொள்ளும் உந்தன் மேனி தாங்காது சென்றேனே எந்தன் காதல் என்னவென்று சொல்லாமல் ஏங்க ஏங்க அழுகை வந்தது எந்தன் சோகம் உன்னை தாக்கும் என்றெண்ணும் போது வந்த அழுகை நின்றது மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல அதையும் தாண்டி புனிதமானது அபிராமியே தாலாட்டும் சாமியே நான் தானே தெரியுமா சிவகாமியே சிவனில் நீயும் பாதியே அதுவும் உனக்கு புரியுமா சுபலாலி